ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവവചനവുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകി തരുന്ന ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ബൈബിൾ പുസ്തകങ്ങൾ കൂടെ ഉള്ളതായ യാത്രയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പഠിക്കുന്നതായ പ്രവചന പുസ്തകം സെഫന്യാവ് എന്ന പുസ്തകമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. സെഫന്യ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കും. സെഫന്യ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു, ദൈവം എങ്ങനെയാണ് അവിടെ ജനങ്ങളോട് ഇടപെട്ടത്, പ്രവാചകന് കൊടുത്ത മെസ്സേജ് എന്തൊക്കെയാണ്, അവിടെ ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളതായ ആ വിഷയം എന്തുകൊണ്ടാണ് ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്, ആർക്കൊക്കെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, അത് യഥാർത്ഥമായി സംഭവിക്കുമോ, സംഭവിച്ചുവോ, ഇനിയും സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. അതോടൊപ്പം തന്നെ അതിലുപരിയായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നതായ ഒരു പുസ്തകമാണ് ഈ സെഫന്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യഹൂദനോടും ജാതികളോടും ദൈവത്തിൻ്റെ ഇടപെടലുകൾ പ്രത്യേകമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സെഫന്യാവിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ പലരും വായിക്കാത്ത പുസ്തകമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ചെറിയൊരു പുസ്തകമാണ്. പഴയ നിയമത്തിൽ ഒടുവിലായിട്ട് കാണുന്നതായ പ്രവാചകന്മാരുടെ ഇടയിലുള്ളതായ ഒരു പുസ്തകമാണ്. അധികം പ്രാസംഗികരൊക്കെ സാധാരണയായിട്ട് പ്രസംഗിക്കാത്ത ഒരു പുസ്തകമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചിലർക്ക് ഈ പുസ്തകം എവിടെയാണെന്ന് പോലും നിശ്ചയം കാണുകയില്ല. എന്നാൽ ദൈവവചനം വായിക്കുന്നവർക്ക് ഹബക്കൂക്കിന് ശേഷമുള്ളതായ ആ പ്രവചന പുസ്തകം എവിടെയാണെന്ന് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഏത് പുസ്തകവും നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തി വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതായ മെസ്സേജ് നമ്മൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മോടുള്ളതായ ദൂത് അറിയിക്കുമ്പോൾ അത് നമ്മളോട് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ പകൽക്കാലവും അല്ലെങ്കിൽ ഇന്നത്തെ ഏത് സമയമായിരുന്നാൽ തന്നെയും ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വചനം മനസ്സിലാക്കി തരുന്നു. പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളും നമ്മളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്നതായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പല കാര്യങ്ങൾ നടക്കും. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അത് സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തും, പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തി നമ്മെ നല്ല സുബോധത്തോടെ നടത്തും. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പ്രത്യേകാൽ യേശു നമ്മളോട് പറഞ്ഞതായ വചനം. എന്നാൽ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് ആ വാചകം എടുത്തു പറഞ്ഞിട്ട് ഇല്ല എങ്കിൽ തന്നെയും ഈ പുസ്തകത്തിലും ആ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തകം നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഈ സെഫന്യാവ് എന്ന പ്രവാചകൻ എന്നാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഈ കാര്യം ചെറിയ ഒരു വിവരണത്തിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യഹൂദ രാജാവായ യോശിയാവിൻ്റെ കാലത്താണ് താൻ ജീവിച്ചിരുന്നത്, താൻ പ്രവചിച്ചത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് ചരിത്ര പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 33, 34 എന്നീ അധ്യായങ്ങളിലാണ് ഈ യോശിയാവ് രാജാവായതായ സമയങ്ങളും അവൻ്റെ കാലത്തുണ്ടായതായ പരിഷ്കാരങ്ങൾ ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യോശിയാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 8-ാമത്തെ വയസ്സിൽ രാജാവായ ഒരു ആളാണ് ഈ യോശിയ രാജാവ് എന്ന് പറയുന്നത്. 16-ാമത്തെ വയസ്സ് ആയപ്പോഴേക്കും താൻ ചില പരിഷ്കാരങ്ങളൊക്കെ ഇസ്രായേൽ
അല്ലെങ്കിൽ യഹൂദ രാജ്യത്ത് വരുത്തുക ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആലയത്തെ അവൻ ശുദ്ധീകരിച്ചു. അതുപോലെ തന്നെ ന്യായപ്രമാണം ഒക്കെ കണ്ടെത്തി അതിനൽപ്പമൊക്കെ പ്രാധാന്യം കൊടുത്തു. ജനത്തിൻ്റെ ഇടയിൽ ഒരു ശുദ്ധീകരണവും ഉണർവും വരുത്തി എന്നുള്ളതായ കാര്യം യോശിയാവിൻ്റെ കാലത്ത് ഉണ്ടായതായ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ് ആലയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജനങ്ങൾ തലമുറ കഴിഞ്ഞു പോയപ്പോൾ ദൈവത്തെ മറന്നു പോകുകയും അന്യജാതിക്കാരുടെ വിഗ്രഹങ്ങളെയൊക്കെ സേവിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വിഗ്രഹാരാധികളായിട്ട് തീരുകയും ദൈവ ആലയത്തിന് പ്രാധാന്യം കൊടുക്കാതെ വരികയും ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ നടന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ യോശിയാവ് എന്ന് പറയുന്ന രാജാവ് ഈ ആലയത്തെയൊക്കെ ശുദ്ധീകരിച്ചു, ജനങ്ങളെയൊക്കെ അല്പം ഒരു ഉണർവിലേക്ക് നടത്തി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെഫന്യാവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഹിസ്കിയ രാജാവിൻ്റെ ഒരു കൊച്ചു മകനായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2-ാമത്തെ വാക്യത്തിൽ. അതായത് ഹിസ്കിയ രാജാവിൻ്റെ 5-ാം തലമുറയിലുള്ളതായ ഒരു കൊച്ചുമകനായിട്ട് വരുന്നത് കൊണ്ട് അവന് രാജകുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. രാജകുടുംബത്തിലുള്ളതായ ആൾക്കാരുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ദൈവിക ആലോചന പ്രാപിച്ച് രാജാക്കന്മാരോടും കൊട്ടാരത്തിലുള്ളവരോടൊക്കെ ഈ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആലോചന അവരെ അറിയിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാലമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കാണുന്നത് പ്രവാസത്തിന് മുമ്പുള്ള കാലമാണ് എന്ന് പറഞ്ഞാൽ യഹൂദ രാജ്യത്തെ ഈ ബാബിലോൺ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പുള്ളതായ പ്രവാസത്തിന് മുമ്പുള്ളതായ ഒരു പ്രവാചകനാണ് ഈ സെഫന്യ പ്രവാചകൻ എന്ന് പറയുന്നത്. അതായത് യെരമ്യ പ്രവാചകനും ആ സമയത്താണ് ജീവിച്ചിരുന്നത്. എന്നാൽ യെരമ്യ പ്രവാചകൻ ആ പ്രവാസത്തിൻ്റെ സമയത്തും അതിനുശേഷം എന്ന് പറയുമ്പോൾ പ്രവാസത്തിലേക്ക് പോകുന്നതായ സമയത്തും താൻ ജീവിച്ചിരുന്നതായ ഒരു ആളായിരുന്നു യെരമ്യ പ്രവാചകൻ. തൻ്റെ സമകാലികൻ എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുകയും യഹൂദയിൽ ദൈവ ആലോചന അവരെ അറിയിക്കുകയും ചെയ്തതായ ഒരു പ്രവാചകനാണ് ഈ സെഫന്യ പ്രവാചകൻ എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ ജനങ്ങൾ നമ്മൾക്ക് കഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ നടന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ജനങ്ങളൊക്കെ ഈ ജാതീയ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുകയും ജാതീയ മര്യാദകളെയൊക്കെ പഠിക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ ദൈവത്തിൽ നിന്നുള്ളതായ ഏകാഗ്രത വിട്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുന്നു, ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരുന്നു. എന്നാൽ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവജനത്തെ നേരുള്ള പാതയിലേക്ക് നടത്തുവാൻ വേണ്ടി തൻ്റെ ദാസന്മാരെ അതാത് സമയങ്ങളിൽ അയക്കുന്ന ഒരു ദൈവസ്നേഹത്തെ അവിടെ കാണാനായിട്ട് സാധിക്കും. പ്രവാചകന്മാരെ പലപ്പോഴും ഈ ഹബക്കൂക്ക് പ്രവാചകനെ അയച്ചു, യെരമ്യ പ്രവാചകനെ അയച്ചു, സെഫന്യ പ്രവാചകനെ അയച്ചു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നുള്ളതായ കാര്യം തീർച്ചയായിട്ടും അവരോട് വിളിച്ചു പറഞ്ഞതായ പ്രവാചകന്മാരെ ആ സമയങ്ങളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. യേശു തന്നെ പറഞ്ഞു, യഹൂദന്മാരോട് പറയുകയാണ്, പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നുകളഞ്ഞവരായുള്ള ചരിത്രം ബൈബിളിൽ ഉണ്ട്. കാരണം അവർക്കിഷ്ടമില്ലാത്തതായ മെസ്സേജുകളാണ് പ്രവാചകന്മാർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാനും രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തുവാനും ഈ പ്രവാചകന്മാർ അന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാതെ അവരുടേതായ ആലോചന അറിയിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവിക ആലോചന അറിയിക്കുന്നതായ പ്രവാചകന്മാർക്ക് പലപ്പോഴും പലവിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ യെരമ്യ പ്രവാചകൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. തടവ് അനുഭവിച്ചിട്ടുണ്ട്, അടി അനുഭവിച്ചിട്ടുണ്ട്, പൊട്ടക്കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതായ സംഭവങ്ങൾ ഒക്കെ
നേരിട്ടുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ശബ്ദം ജനങ്ങളെ അറിയിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കള്ളപ്രവാചകന്മാരെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പല പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇസബേലിൻ്റെ കാലത്ത്, ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന ഇസബേലിൻ്റെ കാലത്ത് 400 പ്രവാചകന്മാരെ രാജകൊട്ടാരത്തിൽ തീറ്റിപ്പോറ്റി വളർത്തിയിരുന്നു. കാരണം എന്താണ്? അവളുടെ ആഗ്രഹപ്രകാരം പ്രവചനം നടത്തുകയാണ്. അങ്ങനെ പ്രവചനം നടത്തി അവളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം. അങ്ങനെയുള്ള പ്രവാചകന്മാരും അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവർക്ക് രാജകൊട്ടാരത്തിലൊക്കെ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന യഥാർത്ഥമായി വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ വളരെ ചുരുക്കമായിരുന്നു. അവർ യഥാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ആലോചന പ്രാപിച്ചുകൊണ്ടാണ് അവർ മുൻപോട്ട് പോയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ കള്ളപ്രവാചകന്മാരും യഥാർത്ഥമായ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ന്യായവിധി വരുന്നു, നിങ്ങളുടെ ജീവിതം ശരിയാക്കണം എന്ന് ഈ സെഫന്യ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ യെരമ്യ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ, അതല്ല, അതിനപ്പുറത്ത് ഈ ബാബേൽ രാജ്യത്തു നിന്നും വലിയ പടക്കൂട്ടം വന്ന് നിങ്ങളെ അടിമകളായിട്ട് അല്ലെങ്കിൽ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ, ഇതാ മറ്റൊരു കൂട്ടർ പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ പറയുകയാണ്, അങ്ങനൊന്നും സംഭവിക്കുകയില്ല. ദൈവം സ്നേഹമുള്ള ദൈവമാണ്. അവർ നല്ല കാര്യമാണ് പറയുന്നത്. ദൈവം സ്നേഹമുള്ള ദൈവമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഇസ്രയേലിനോടും ഇസ്രയേലിലുള്ളതായ ദേവാലയത്തോടും ശത്രുക്കൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതായ ആ രീതിയിൽ അവർ പ്രവചിക്കുമ്പോൾ അവർ കള്ളപ്രവാചകന്മാരാണ്. ഞാൻ ആലോചന അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് ദൈവം തന്നെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ്, അങ്ങനെയുള്ളതായ സമയത്ത് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്ന ദൈവദാസന്മാരെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യെരുശലേമിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എല്ലാവിധമായ നന്മകളും ഉള്ളതായ കാലമായിരുന്നു അത്. ശലോമോൻ്റെ കാലം മുതൽ, അല്ലെങ്കിൽ ദാവീദിൻ്റെ കാലം മുതൽ ദൈവം അവരെ അനുഗ്രഹിച്ച് മറ്റ് രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കി, മറ്റ് രാജ്യങ്ങളൊക്കെ കപ്പം കൊടുക്കുകയും അങ്ങനെയുള്ളതായ അവരുമായിട്ട് ബിസിനസ് ചെയ്യുകയും ചെയ്ത് പലവിധമായ വളരെ നന്മകൾ പ്രാപിച്ചിരുന്നതായ സമയങ്ങളായിരുന്നു അത്. അതുകൊണ്ടാണ് അവർ മറ്റ് രാജാക്കന്മാരുമായിട്ട് കൂട്ടുകെട്ടുകയും ബിസിനസ് സംബന്ധമായിട്ട് അവർ ഇടപാടുകളിലേക്ക് പോവുകയും ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് അവർ മാറിപ്പോവുകയും ചെയ്തു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോളിക് എന്ന് പറയുന്നതായ ദേവനെയൊക്കെ പ്രസാദിപ്പിക്കുന്നതായ ആ പതിവ് ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം യഹൂദന്മാരും ഈ ജാതികളുടെ മര്യാദ അനുസരിച്ച് അങ്ങനെ അന്യദൈവങ്ങളെയൊക്കെ സേവിക്കുന്നതായ ആ രീതിയിലേക്ക് പോയതിനാൽ ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയ ഒരു ജനമായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒന്നാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സംഹരിച്ച് കളയും എന്ന് പറയുന്നതായ ആ വാക്ക് വീണ്ടും വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിച്ച് കളയും. ഞാൻ ആകാശത്തിലെ പർവ്വജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിച്ച് കളയും. ഞാൻ ഭൂതലത്തിൽ നിന്നും മനുഷ്യനെ ഛേദിച്ച് കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ഇസ്രയേലിൻ്റെ സമയത്ത് നടക്കുന്നതായ ഒരു കാര്യമാണ് എന്ന് നമ്മൾക്ക് അറിയാം. എന്നാൽ ഇന്നും പല ആൾക്കാരും എക്സ്ക്യൂസ് പറയുന്നത്, സ്നേഹവാനായ ദൈവത്തിന് ആരെയും അങ്ങനെ സംഭരിച്ച് കളയുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ സ്നേഹവാനായ ദൈവമായതുകൊണ്ട് ആരെയും നരകത്തിലേക്ക് വിടുവാനായിട്ട് സാധ്യമല്ല, ദൈവം ശിക്ഷിക്കാനായിട്ട് അവൻ്റെ സ്നേഹം അവനെ അനുവദിക്കില്ല എന്ന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കള്ളപ്രവചകന്മാരെ പോലെ അവർ കൊടുക്കുന്നതായ ആ വചനം മാറ്റി കൂട്ടിക്കളഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ പറയുന്നതായ അനേകം ആൾക്കാർ ഇന്നത്തെ കാലത്തും ഉണ്ട്. എന്നാൽ
ദൈവം സംഹരിച്ച് കളയും എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരോട് അങ്ങനെ ചെയ്യും. കാരണം ദൈവം വളരെ അധികം ദീർഘക്ഷമയുള്ള ദൈവമാണ്. പലപ്പോഴും വാണിംഗ് കൊടുത്ത ദൈവമാണ്. നിങ്ങൾ എങ്കിലേക്ക് വരണമെന്ന് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കമുള്ള ദൈവമാണ് എന്ന് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോഹയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ആ കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോഹയുടെ കാലത്ത് ജലപ്രളയം വരുന്നതിന് മുൻപായിട്ട് ദൈവം നോഹയോട് പറയുകയുണ്ടായി, നീ ചെന്ന് ജനത്തോട്, ചുറ്റുപാടുള്ള ജനങ്ങളോടെല്ലാം വിളിച്ച് പറയണം, ഇതാ വെള്ളപ്പൊക്കം വരുവാനായിട്ട് പോകുന്നു, നിങ്ങൾ ഈ പെട്ടകത്തിലേക്ക് കയറണം, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ പെട്ട് ന്യായവിധിയിൽപ്പെട്ട് നശിച്ചു പോകും എന്ന് പറയുമ്പോൾ ജനങ്ങൾ കളിയാക്കി. ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. ജനങ്ങൾ അവനെ പുച്ഛിച്ച് തള്ളി എന്ന് പറയുന്നു. എന്നാൽ വിശ്വസിച്ച ദൈവത്തിൻ്റെ വചനം വായിക്കുകയും മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും അത് പ്രസംഗിക്കുകയും അതനുസരിക്കുകയും ചെയ്തതായ നോഹയും അവൻ്റെ കുടുംബവും ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടതുപോലെ ഇന്നത്തെ കാലത്തും ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവീൻ എന്നുള്ളതായ ശബ്ദം എല്ലാ ദേശത്തും എല്ലാ രാജ്യത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും അത് റിജക്റ്റ് ചെയ്യുന്നതായ അനേകം ആൾക്കാരുണ്ട്. ആ പ്രസംഗിക്കുന്നവരെ തല്ലുന്ന ആൾക്കാരുണ്ട്. പ്രസംഗിക്കുന്നവരെ ജയിലിൽ പിടിച്ചിരുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിവിടെ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓടിച്ചു കളയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് സകല സൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കണം. എന്നിട്ടാണ് ഈ ന്യായവിധി വരുവാനായിട്ട് പോകുന്നത്. എന്നിട്ടും അനുസരിക്കാത്തതായ ആൾക്കാർ, യേശുവിൽ കൂടെ നൽകിയതായ ആ രക്ഷയെ സ്വീകരിക്കാത്തതായ ആൾക്കാരെ ന്യായം വിധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതൊരു സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് ഫിലോസഫി ആൾക്കാർ പഠിപ്പിച്ചാലും അത് ഏത് രീതിയിൽ നിർവചിച്ചാലും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നോഹയുടെ കാലത്ത് ദൈവം ഈ ന്യായം വിധിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ആ ദൈർഘ്യം വീണ്ടും വീണ്ടും നീട്ടിത്തരുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മൾക്കറിയാം, സോതോമിൻ്റെയും ഗൊമോറയുടെയും ചരിത്രം നമ്മൾക്ക് കാണാം. ദുഷ്ടന്മാരെ സംഹരിച്ച് കളയുന്നതായ ദൈവമാണ്. ദൈവദാസന്മാരെ അപലപിക്കുകയും ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതായ രാജ്യമാണ് സോതോമും ഗൊമോറയും. ലോത്ത് അവിടെ താമസിച്ചിരുന്നപ്പോൾ എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി അവിടേക്ക് കടന്നു വന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ മോശ ഇസ്രായേൽ ജനങ്ങളെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടതായ ആലോചനയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവൻ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നടത്തുമ്പോൾ, അഹ്റോനോടും മറിയാമിനോടൊക്കെ ചേർന്ന് ശുശ്രൂഷ നടത്തുമ്പോൾ, ഇതാ കോരഹ്, ദാതാൻ മുതലായ ആൾക്കാർ അവനോട് എതിർക്കുകയും മത്സരിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ ഒരു ന്യായവിധി കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? അസാധാരണമായ ഒരു ന്യായവിധി. അതിനു മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത ഒരു ന്യായവിധി. അവർ നിൽക്കുന്നതായ സ്ഥലത്ത് ഭൂമി 2ആയിട്ട് പിളർന്ന് അവരെ പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞതായ സംഭവമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ പുസ്തകത്തിൽ, സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ യഹോവയുടെ ദിവസം എന്ന് പലപ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ കർത്താവിൻ്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം, ആ ന്യായവിധിയുടെ ദിവസം. ന്യായവിധി എന്ന് പറയുമ്പോൾ അവിടെ ദുഷ്ടന്മാർക്ക് ഒരു ന്യായവിധിയുണ്ട്. അവർ ദൈവത്തെ മറുത്ത് കളഞ്ഞ് ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാതെ, എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പിടിയിൽ തന്നെ മുൻപോട്ട് പോകുന്നവർക്ക് അത് ന്യായവിധിയാണ്, എന്നത്തേക്കുള്ളതായ ശിക്ഷാവിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവ മക്കൾക്ക് ഒരു യഹോവയുടെ ദിവസമുണ്ട്.
അന്ന് ഒരു വലിയ ദിവസമാണ്. കർത്താവിനെ സ്നേഹിച്ചതിനാൽ, കർത്താവിൻ്റെ രക്ഷ സ്വീകരിച്ചതിനാൽ, അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിനാൽ, കർത്താവിന് വേണ്ടി കൊടുത്തതിനാൽ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതിനാൽ ഒക്കെ ഉള്ളതിൻ്റെ പ്രതിഫലം വീതിക്കുന്നതായ ഒരു സമയമാണ് അന്ന്. അത് ദൈവമക്കൾക്ക് വളരെ സന്തോഷമേറിയതായ ഒരു ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു. എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടി നടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പ്രവചന പുസ്തകം എന്ന് പറയുമ്പോൾ ഈ പ്രവാചകൻ പ്രവചിക്കുന്നതായ ആ സമയങ്ങളിൽ നടക്കാൻ പോകുന്നതായ കാര്യത്തെക്കുറിച്ച് ദൈവം അറിയിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അനേക വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും ഈ പ്രവചനം നടക്കുന്നതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലും നമ്മൾക്ക് ഈ പ്രവചനം പഠിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മൂന്നാമത്തെ തലമെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കുവാൻ പോകുന്നതായ ഒരു കാര്യമാണ്. അവിടെ നമ്മൾക്ക് ആ രീതിയിലും നമ്മൾക്ക് ഈ പ്രവചനത്തെ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചിരുന്നത്? ദൈവത്തെ അനുസരിക്കാതെ ഇതുപോലെ സോഷ്യൽ ഇൻജസ്റ്റിസ് ചെയ്തുകൊണ്ടിരുന്നവരെ ദൈവം സന്ദർശിക്കുമെന്ന് പറഞ്ഞു. ആ സന്ദർശനമാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാബേലിൽ നിന്നുള്ളതായ ആൾക്കാർ വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയി ദൈവത്തിൻ്റെ ഒരു സന്ദർശനമാണ് അവിടെ അന്ന് നടന്നത്, അവരുടെ തലമുറയിൽ നടന്നത്. എന്നാൽ ഇന്ന് ഈ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ സമയത്തും ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മളോട് സംസാരിക്കുവാനായിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ രക്ഷയെ, ദൈവം ഒരുക്കിയതായ രക്ഷയെ നമ്മൾ സ്വീകരിക്കാതെ പോയാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ളതായ ന്യായവിധിയിൽ നമ്മൾ അകപ്പെട്ടു പോകും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രവുമല്ല, ഒടുവിലായിട്ട് മൂന്നാമത്തെ തലമെന്ന് പറയുമ്പോൾ യഹോവയുടെ ആ ദിവസം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ഈ സകലരുടെയും മുഴങ്കാൽ മടങ്ങുന്നതായ ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപതിയായിട്ടാണ് വരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ സകല ദുഷ്ടന്മാരെയും ശിക്ഷിക്കുവാൻ അവരുടെ സ്ഥലത്തേക്ക് പിശാചിനോടുകൂടെ അവരോട് കൂടെയുള്ളവരെയൊക്കെ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് വിടുന്നതായ ഒരു ദിവസമുണ്ട്. അതാണ് ഒരു വലിയ മഹാദിവസമാണ്. ദൈവത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു ദിവസമാണ്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കൾക്ക് പ്രതിഫലം കൊടുക്കുന്നതായ ദിവസമാണ്. അതുകൊണ്ട് നമ്മൾക്ക് സന്തോഷിപ്പാനായിട്ട് വകയുണ്ട്. ഈ ലോകത്തിൽ പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് കർത്താവിൻ്റെ വരവ് വരെയുള്ളതായ ആ കാലം വളരെ ലഘുവായിട്ടുള്ള കഷ്ടമാണ്, അല്പകാലത്തേക്കുള്ള കഷ്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ മഹാദിവസത്തിൽ നമ്മൾക്ക് വളരെ സന്തോഷിച്ചുകൊണ്ട് അവനോടുകൂടെ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മാറ്റിവെച്ചിട്ട് അവർ ഉണ്ടാക്കിയതായ വിഗ്രഹങ്ങളെയൊക്കെ നമസ്കരിക്കുന്നതായ ആൾക്കാരെ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത്, ഞാൻ യഹൂദയുടെ മേൽ യെരുശലേമിലെ സകല നിവാസികളുടെ മേൽ കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് ബാലിൻ്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരോടുകൂടെ പൂജാഗിരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ച് കളയും.
ഇവിടെ ഒരു ലിസ്റ്റ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോന്നോരോന്ന് പറയുന്നതിനുള്ളതായ സമയം ഇവിടെ ഇല്ല. ഇവിടെ പല പേരുകൾ പറഞ്ഞുകൊണ്ട് ബാലിൻ്റെ ശേഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ആ ബിംബത്തെ അവിടെ വെച്ചിട്ട് അവർക്ക് തോന്നിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ബിംബം സംസാരിക്കാൻ കഴിയുകയില്ല, നടക്കുവാൻ കഴിയുകയില്ല, കാണുവാൻ കഴിയില്ല, കേൾക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ബിംബത്തെ അവർ ആരാധിക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവർ, അപ്പോൾ മേൽപ്പുരകളിൽ കയറി അങ്ങനെ ആകാശത്തെ സൈന്യത്തെ ഒക്കെ സൃഷ്ടികളെയൊക്കെ നമസ്കരിക്കുന്നവരായ ഒരു കൂട്ടരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യഹോവയെ അന്വേഷിക്കാത്തവർ, യഹോവയുടെ വചനം ധാരാളമായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് കേൾക്കുന്നതിനുള്ള സമയമില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള കാര്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള കാര്യമില്ല. അങ്ങനെയുള്ളവരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവർ, ആരാണ് ഈ ദൈവം, ആരാണ് ഈ ദൈവം, ഈ ലോകത്തെയൊക്കെ ഉണ്ടാക്കിയ ദൈവം ആരാണ് എന്ന് ചോദിക്കാത്ത മനുഷ്യർ ധാരാളമുണ്ട്. എന്നാൽ പലർക്കും അതറിയാമെങ്കിൽ തന്നെയും അതറിയാൻ പാടില്ലാത്ത മട്ടിൽ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് കളയുന്ന ആൾക്കാരെയാണ് പലപ്പോഴും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവനെക്കുറിച്ച് ചോദിക്കാത്തവര് അങ്ങനൊരു കൂട്ടരുണ്ട്. എന്നിട്ട് അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ച് കളയും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യഹോവയെ വിട്ട് പിന്മാറിയവരെയും, യഹോവയെ വിട്ട് പിന്മാറുക എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞു യഹോവയെ സേവിപ്പാൻ വേണ്ടി കാലെടുത്ത് വെച്ചു, കുറേ നാളങ്ങോട്ട് പോയി, എന്നിട്ട് ഇനിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പഴയ രീതിയിലേക്ക് പോകുന്നതായ പിന്മാറ്റക്കാരെ, അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ സംഹരിച്ച് കളയുന്നതായ യഹോവയുടെ ദിവസം വരുന്നു എന്നാണ് ഇവിടെ പ്രത്യേകാല പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 1:12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ആ കാലത്ത് ഞാൻ യെരുശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിൻ്റെ മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് പറയുന്നതായ ഒരു കൂട്ടം പുരുഷന്മാർ അല്ലെങ്കിൽ ജനങ്ങൾ അന്നത്തെ കാലത്തുമുണ്ട്, ഇന്നത്തെ കാലത്തുമുണ്ട്. യഹോവ ഗുണവും ചെയ്യത്തില്ല, ദോഷവും ചെയ്യത്തില്ല, അവരെല്ലാവരെയും സ്നേഹിക്കുന്നു, അവനിങ്ങനെ നടത്തുന്നു, ഇങ്ങനെ കാലം കഴിഞ്ഞു പോകും, ദൈവം പ്രത്യേകിച്ച് അങ്ങനെ ന്യായം വിധിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള കൂട്ടരെ ദൈവം സന്ദർശിക്കും, ദൈവം അവരെ ന്യായം വിധിക്കും എന്നാണ് ഈ കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1:14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. അപ്പോൾ യഹോവയുടെ മഹാദിവസം എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. ലോകത്തിലുള്ള സകല മുഴങ്കാലും മടങ്ങുന്നതായ ഒരു ദിവസം ഉണ്ട്. അന്ന് ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയും എന്നായ ഒരു ദിവസം വരുന്നു. ആ മഹാദിവസം വരുന്നു എന്നുള്ളത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമ്മളതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ദുഷ്ടന്മാർക്ക് അന്നത്തെ ആ ദിവസം വളരെ ഭീതിജനകമായ ഒരു ദിവസമാണ് എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1:18 വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണാഗ്നിക്ക് ഇരയായി തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ഭൂവാസികൾക്കും എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് മാത്രമല്ല സകല ജാതികൾക്കും എന്ന് പറഞ്ഞാൽ ഈ കർത്താവിൽ കൂടെ ഉള്ളതായ രക്ഷ ഭൂലോകത്തിൻ്റെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്. അവർ കർത്താവിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഈ രക്ഷയെങ്കിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ, അതിനെ ഉപേക്ഷിച്ച് കളയുകയാണെങ്കിൽ അവർക്കും ഈ ശീഘ്രനാശം വരും. ആ യഹോവയുടെ മഹാദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ആ ജഡ്ജ്മെൻ്റ് ദിവസം ഇതാ വേഗം വരുന്നു
എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സെഫന്യാ പ്രവാചകന്റെ പുസ്തകം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് യഹൂദയോടുള്ളതായ ഒരു മെസ്സേജാണ് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് അതോടൊപ്പം തന്നെ ഇത് ലോകം മൊത്തമുള്ളതായ ആൾക്കാരോടുള്ളതായ ഒരു മെസ്സേജായിട്ടും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരോട് ഉള്ളതായ ഒരു മെസ്സേജാണ് പ്രത്യേകിച്ച് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ജീവിക്കുന്ന നമ്മളോടും ഉള്ളതായ മെസ്സേജാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ ഒക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 2:9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണുന്നത്? അവിടെ കാണുന്നത് യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ തൻ്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ മോവാബ്യര്, അമ്മോന്യര് എന്നിവരെയൊക്കെ ദൈവം ന്യായം വിധിക്കും എന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യങ്ങളെയൊക്കെ ന്യായം വിധിച്ച് അവരെല്ലാം വളരെ എല്ലാം നശിച്ചു പോകുന്നതായ ചരിത്രങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേല്യരെ ഉപദ്രവിച്ചവരാണ്. പ്രത്യേകിച്ച് ഈ മരുഭൂമിയിലേക്കുള്ള യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേല്യരെ ഉപദ്രവിച്ചവരെയൊക്കെ ദൈവം ശിക്ഷിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിൻ്റെ വ്യാപ്തി വളരെ കൂട്ടുകയുണ്ടായി. ഇന്നും ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നതായ ഈ മരുഭൂമി യാത്രയിൽ അവർ പ്രയാസത്തിൽ കൂടെയും പ്രതികൂലങ്ങൾ കൂടെയും കഴിഞ്ഞ ഇസ്രായേൽ മക്കൾ സഞ്ചരിച്ചതുപോലെ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം നാടായ കനാൻ ദേശത്തേക്ക് അല്ലെങ്കിൽ സിയോനിലേക്കുള്ളതായ നമ്മളുടെ ഈ യാത്രയിൽ നമ്മളെ ഉപദ്രവിക്കുന്നതായ വളരെയധികം ആൾക്കാരുണ്ട്. ഈ മോവാബ്യരും അമ്മോന്യരും തുടർന്നുള്ളതായ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുപോലെ ഈ പുതിയ നിയമത്തിലും നമ്മളെ ഉപദ്രവിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. നമ്മളിതൊക്കെ TV-യിൽ കൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പീഡിത സഭകളുണ്ട്. സഭകളെ ഉപദ്രവിക്കുന്നവരെ, ദൈവവേലക്കാരെ കാരാഗ്രഹത്തിലാക്കുന്നവരെ, ദൈവജനങ്ങളെ അടിച്ച് ഉപദ്രവിക്കുന്നവരൊക്കെ ഇന്നത്തെ കാലത്തുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ഉപദ്രവിക്കുന്നവർക്ക് ഒരു ന്യായവിധി ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. അവർക്ക് ഒരു ന്യായവിധി ഉണ്ട്. മോവാബ്യരും അമ്മോന്യരും ദൈവത്തെ കൂട്ടാക്കാതെ ഈ ഇസ്രായേലിനെ നിന്ദിച്ചവരാണ്, അവർ നിന്ദിതരാകും എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചതായിട്ട് കാണാം. 2:12 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങളോ കൂശ്യരെ എൻ്റെ വാളിനാൽ നിഹതന്മാർ എന്ന് പറയുമ്പോൾ, കൂശ്യർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആഫ്രിക്കയിലുള്ളവരാണ്. അവരെയും കർത്താവിൻ്റെ ഈ ന്യായവിധിയിൽപ്പെട്ട് വലിയ സാമ്രാജ്യമായിരുന്നു അന്ന് ഈ കൂശ്യർ എന്ന് പറയുന്നത്, ആഫ്രിക്കൻ രാജ്യമെന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം കൊലാപ്സ് ചെയ്തു പോയി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 13 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ അശൂരിനെ കൈ നീട്ടി അശൂരിനെ നശിപ്പിക്കും. അശൂരെന്ന് പറയുന്നത് വലിയ ഒരു സാമ്രാജ്യമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അശൂരിനെ നശിപ്പിക്കും. അശൂരിനെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ ഒരു പട്ടണമുണ്ട്, നിനവേ പട്ടണമാണ്. ആ നിനവേ പട്ടണം എന്ന് പറയുമ്പോൾ യോനായെ കർത്താവ് ഇതിനു മുമ്പായിട്ട് അവിടേക്ക് അയച്ചതായിട്ടുള്ള ചരിത്രം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാൽ അന്ന് സംഭവിച്ചതായ ചരിത്രമെന്ന് പറയുന്നത്, യോനായുടെ പ്രസംഗം കേട്ടു, അവൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഉൾപ്പെടെ സകല ജനങ്ങളും ആഹാരമൊക്കെ വെടിഞ്ഞ് അവർ ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവർ മാനസാന്തരത്തിലേക്ക് വന്നതുകൊണ്ട് നിനവയെ നശിപ്പിച്ചില്ല. ദൈവം അവരെ നശിപ്പിക്കും എന്നുള്ളതായ ആ വാക്ക് മാറ്റി എഴുതി ദൈവം അതിന് മാറ്റം വരുത്തി എന്നുള്ളതായ കാര്യം യോനായുടെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ പഠിച്ചാണ്. എന്നാൽ
നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. BC 612 നമ്മൾ നോക്കുമ്പോൾ അശൂരിനെ ഈ ബാബിലോൺ ചെന്ന് നശിപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് അശൂര് ചെയ്യുന്നത്? അശൂരെന്ന് പറയുമ്പോൾ ഈ ഇസ്രായേൽ മക്കളെ വളരെ പീഡിപ്പിച്ചതായ ഒരു രാജ്യമാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവരെ പീഡിപ്പിക്കുന്നത് ദൈവത്തിന് അസഹ്യമാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ മക്കൾ പലപ്പോഴും അനുസരണക്കേടൊക്കെ കാണിച്ചാൽ തന്നെയും അവരെ ശിക്ഷിക്കുന്നതായ ഒരു പതിവ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ബാലശിക്ഷ നൽകുന്നതായ സ്വഭാവം ദൈവത്തിനുണ്ട്. എന്നാൽ അവരെ ശിക്ഷിക്കുന്നവരെ വളരെ സീരിയസ് ആയിട്ട് ദൈവം ശിക്ഷിക്കും എന്ന് ഈ വചനത്തിൽ ഉടനീളം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 612 ഈ ബാബിലോൺ ചെന്നിട്ട് ഈ അശൂരിലുള്ളതായ അതിൻ്റെ തലസ്ഥാനമായ ഈ നിനവെ പട്ടണത്തെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതായ ചരിത്രം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ 3 നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എങ്കിലും നീ എനിക്കായിട്ട് കാത്തിരിക്കുക എന്നുള്ളതായ ഒരു മെസ്സേജാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-8 വാക്യം നമ്മൾ നോക്കുമ്പോൾ, എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ ഒക്കെയും ചെയ്തു വന്നു. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ആകെ 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെ ആ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വാക്കുകളാണ് കാണുന്നത്. ദൈവത്തിൻ്റെ പ്രോമിസ്, മാറിപ്പോകാത്തായ പ്രോമിസാണ് പിന്നെയും നമ്മൾക്ക് ഈ 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. മുമ്പേ നമ്മൾ വായിച്ചതുപോലെ 3-8 വാക്യം, അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ക്രോധവും എൻ്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എൻ്റെ തീഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. ദൈവം ശിക്ഷിച്ചാൽ തന്നെയും അവനപ്പുറത്തായിട്ട് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. സകല ജാതികളിൽ നിന്നും തൻ്റെ ജനത്തെ കൂട്ടിവരുത്തും. കല്ലായിട്ടുള്ള തങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ മാറ്റിയിട്ട് മാംസളമായിട്ടുള്ള ഒരു ഹൃദയത്തെ നൽകിയിട്ട് നിർമ്മലമായിട്ടുള്ളതായ അധരങ്ങളെ അവർക്ക് കൊടുക്കും. ഇപ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുവാൻ മടിവുള്ളവരാണ്, ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരാണ്. എന്നാൽ ഇവർ ഒരു ശേഷിപ്പുണ്ട്. നീ അതിനായി കാത്തിരിക്കുക. ഇതിനൊരു കാലമുണ്ട്. ആ കാലം കഴിയുമ്പോൾ, പ്രവാസകാലം കഴിഞ്ഞ് നിങ്ങളെ മടക്കി വരുത്തും എന്ന് ദീർഘദൃഷ്ടിയോടുകൂടെ ഇന്നത്തെ പോലെ നാളത്തെ കാര്യവും അടുത്ത വർഷത്തെ കാര്യവും ചില വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യവും എല്ലാം ഒരുപോലെ കാലത്തിൻ്റെ മേൽ അധികാരമുള്ളവനായ കർത്താവിനെല്ലാം അറിയാവുന്നതുകൊണ്ട് അവൻ ആ ദീർഘദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ ഞാൻ മടക്കി വരുത്തും, നിങ്ങളൊരു ശേഷിപ്പും മടങ്ങി വരും, നിങ്ങളെ ജാതികൾക്ക് ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് ഈ സെഫന്യാവിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ ദൈവം സ്നേഹിച്ചു, അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു, അവനൊരു മകനെ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഉടനെ കിട്ടിയില്ല. അവൻ കാത്തിരിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു. അവൻ കാത്തിരുന്നു, അവന് കിട്ടി എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പല കാര്യങ്ങളും യാക്കോബിന് വാഗ്ദത്തം അവനെ ലഭിച്ചു, ദൈവം അവനെ സ്നേഹിച്ചു, ഇസ്രായേൽ എന്നുള്ളതായ പേര് നൽകി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവനും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വന്നു. പല പ്രശ്നങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചതായിട്ട് കാണുന്നു. യോസേപ്പിൻ്റെ ചരിത്രം നോക്കുക. അവനും ജീവിതത്തിൽ സ്വപ്നങ്ങൾ ധാരാളം ദൈവം കൊടുത്തു. അവനും ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ ഒരു അവസരമുണ്ട്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടെ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടെ ഒക്കെ പോകേണ്ടതായ അവസ്ഥ ഉണ്ടായിരുന്നു. അതിനാൽ അവനും കാത്തിരുന്നു. അവൻ തക്ക സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. യോബിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നും നിഷ്കളങ്കതയോടുകൂടി അവനെ സേവിച്ചാൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നും അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എന്നാൽ ചില സമയങ്ങളിലേക്ക് കഷ്ടതയിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ സകലരും അവനെ വിട്ടിട്ട് മാറിപ്പോകുന്നതായ അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നാൽ അവൻ കാത്തിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും എന്നുള്ളതായ ആ ഉറപ്പുള്ളതായ വാക്കുകളാണ് യോബിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെ മാനിച്ചുകൊണ്ട് ദൈവം അവനെ മാനിച്ചു, അവനെ സൗഖ്യമാക്കി, അവനെ അനുഗ്രഹിച്ചു, അവന് ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊടുത്തു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മളും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങളെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. തക്ക സമയത്ത് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും നൽകി അവൻ നമ്മളെ നടത്തുമെന്നുള്ള അവൻ്റെ വാഗ്ദത്തമാണ്. 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായ വേഴ്സസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ഈ ന്യായവിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും അതിനുശേഷമായിട്ട് ഒരു ശേഷിപ്പ് മടങ്ങി വരും. അവരെ ദൈവം നടത്തും, അവരെ സ്നേഹിക്കും എന്നുള്ളതായ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യമാണ് ഇവിടെ 3-ാം അധ്യായത്തിൻ്റെ ഒരു 12 മുതലുള്ള വാക്യങ്ങൾ. ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഒരു ശേഷിപ്പിനെ ദൈവം മടക്കി വരുത്തും എന്നുള്ളത് കണ്ടുകൊണ്ട് അവർക്ക് ഉറപ്പ് നൽകുകയാണ് നേരത്തെ തന്നെ. ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല, അവർ മേഞ്ഞ് കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. ഇന്നിപ്പോൾ ബാബിലോൺകാരും അശൂരുകാരും ഒക്കെ വന്ന് അവരെ ഭയപ്പെടുത്തി അവരെ നശിപ്പിക്കുമ്പോൾ അവർക്ക് മടങ്ങി വന്ന് ഒരു ശേഷിപ്പാണെങ്കിലും മടങ്ങി വന്ന് ഒരു റെസ്റ്റോറേഷൻ ദൈവം നൽകും എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നതായ വാക്കുകളാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ആരും അവരെ ഭയപ്പെടുകയില്ല. ഇവിടെ നമ്മൾക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം അറിയാം, യഹൂദന്മാരുടെ ചരിത്രം അറിയാം. ഒരു ചെറിയ രാജ്യം, നമ്മളുടെ വളരെ ചെറിയതായ ഒരു രാജ്യം. എന്നാൽ ഇന്ന് ലോകം മൊത്തം വിറപ്പിച്ചുകൊണ്ടാണ് അവർ വളരെ ശക്തരായിട്ട് വളർന്നു വരുന്നത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്കുണ്ട്, ദൈവത്തിലുള്ളതായ വിശ്വാസം അവർക്കുണ്ട്, ദൈവം അവരുടെ രാജാവാണെന്ന് അവരെ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്ന്, ദൈവം കൊടുത്തതായ രാജ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല എന്നാണ് ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 14-ാമത്തെ വാക്യം, സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിമാരെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇപ്പോൾ അശൂരും ബാബിലോണും ഒക്കെ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ തെറ്റുകൾക്ക് പകരമായിട്ട് ശിക്ഷാവിധിയായിട്ട് നിങ്ങളത് അനുഭവിക്കുന്നെങ്കിൽ തന്നെ ഒരു ശേഷിപ്പ് മടങ്ങി വരും എന്നുള്ളതായ ഉറപ്പാണ് ദൈവം തൻ്റെ പ്രവാചകനിൽ കൂടെ ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ നടക്കുന്നതായ കാര്യമാണ്. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു. യഹോവ, സർവശക്തനായ യഹോവ അവരുടെ രാജാവാണ്, അവരുടെ ദൈവമാണ് എന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതാണ് അവരുടെ വിജയത്തിൻ്റെ, ഇസ്രായേലിൻ്റെ വിജയത്തിൻ്റെ പരമരഹസ്യം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായിട്ട് അവരുടെ മധ്യേ ഉണ്ടെന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കുന്നതായി നമ്മൾക്കും നമ്മളുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന വീരനായിട്ട് നമ്മളുടെ മധ്യേ ഉണ്ട്. ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലും നമ്മെ കാക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്ന രക്ഷിക്കുന്ന ഒരു വീരനായിട്ട് നമ്മൾക്ക് മുമ്പ് നടക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തം ഇന്ന് നമ്മളുടെ വാഗ്ദത്തമാണ്. എന്നാൽ ഫ്യൂച്ചറിൽ എന്നേക്കുമായിട്ട് അക്ഷരികമായിട്ട് അത് നടക്കുവാനായിട്ട്
കാണുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കണ്ടറിയുവാനും മനസ്സിലാകുവാനും വേണ്ടി ആ യഹോവയുടെ ദിവസം വളരെ വേഗത്തിൽ നമ്മളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ വീണ്ടും വായിക്കുന്നത്, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളിൽ വളരെ സന്തോഷിക്കുന്നതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ കർത്താവ് സന്തോഷിക്കുന്നതാണ്. അബ്രഹാമിനിൽ ദൈവം സന്തോഷിച്ചു, യാക്കോബിൽ ദൈവം സന്തോഷിച്ചു, യോസേപ്പിൽ ദൈവം സന്തോഷിച്ചു, ഇയ്യോബിൽ ദൈവം സന്തോഷിച്ചു, മോശയിൽ ദൈവം സന്തോഷിച്ചു. എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ആരുണ്ട് ഈ ഭൂതലത്തിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവന് വേണ്ടി സംസാരിച്ചവനാണ് നമ്മളുടെ ദൈവമായ യഹോവ. അതുപോലെ പുതിയ നിയമത്തിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. വേണ്ടതൊക്കെ നൽകി തന്ന് നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതായ കർത്താവ് നമ്മളിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അവൻ നമ്മളുടെ ഹൃദയത്തെ അറിയുന്നു, നമ്മളുടെ കൈകളെ അറിയുന്നു, നമ്മളുടെ പ്രവൃത്തികളെ അറിയുന്നു, ചിന്തകളെ അറിയുന്നു. അതെല്ലാം അറിഞ്ഞിട്ട് അവൻ നമ്മിൽ സന്തോഷിക്കുന്നു. അവൻ നിന്നിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ ചോദ്യം ചോദിക്കുക, കർത്താവ് എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം എന്നിൽ സന്തോഷിക്കുന്നു, അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതായ ആവശ്യബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ചിലപ്പോൾ അവൻ്റെ സ്നേഹത്തിൽ അവൻ ചിലപ്പോൾ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ സ്നേഹിച്ച് അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് സന്തോഷിച്ചെങ്കിൽ തന്നെ നമ്മൾ ഹൃദയത്തിൽ അടക്കിക്കൊണ്ട് അങ്ങനെ വിങ്ങിപ്പൊട്ടിരിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ. അതുപോലെ ദൈവവും നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മളെപ്പോലെ മിണ്ടാതെ ചിലപ്പോൾ ഇരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് കേട്ടില്ല എന്ന് വന്നേക്കാം, എന്നാൽ തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കും. ചിലപ്പോൾ അവൻ്റെ സ്നേഹത്തിൽ അവൻ കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അവൻ എൻജോയ് ചെയ്യുകയാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് അടുത്തതായി, ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ചില സമയങ്ങളിൽ അവൾ മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുമെങ്കിൽ അടുത്തതായിട്ട് ദൈവം ഇരിക്കുന്നതായ സ്ഥാനത്ത് അവൻ ചാടി എഴുന്നേറ്റ് ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. എൻ്റെ മകൻ, എൻ്റെ മകൾ ഇതാ ചെയ്യുന്ന പ്രവൃത്തി കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവം എഴുന്നേറ്റ് അവനിൽ ഘോഷത്തോടെ വായ് തുറന്ന് ഉച്ചനാദത്തോടു കൂടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ആനന്ദഘോഷം. അപ്പോൾ നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ വിശ്വാസം കൊണ്ട്, നമ്മളുടെ ആഗ്രഹം കൊണ്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം ആനന്ദിക്കുന്നുണ്ടോ? ആനന്ദിക്കുന്ന ദൈവമാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ ദൈവം നമ്മളുടെ പ്രവർത്തികളിൽ ആനന്ദിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളുടെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാൻ. അടുത്ത ഭാഗം നോക്കി, അവൻ്റെ മക്കളെക്കുറിച്ചുള്ളതായ ചിന്ത എന്താണ് അവന് അവിടെ പറയുന്നത്? 18-ാമത്തെ വാക്യത്തിൻ്റെ 19-ാമത്തെ വാക്യം, 3-ാം അധ്യായം. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും എന്ന് പറയുമ്പോൾ, തൻ്റെ ജനമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജനത്തെ അവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, അബ്യൂസ് ചെയ്യുമ്പോൾ, വസ്ത്രങ്ങളൊക്കെ കീഴ്ക്കളയുമ്പോൾ, ചങ്ങലയിട്ട് ബന്ധിക്കുമ്പോൾ, അടിമകളുടെ ജോലിയൊക്കെ കൊടുക്കുമ്പോൾ, അവരെ നിന്ദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ലജ്ജാഭാരം കൊണ്ട് തല താഴ്ത്തി വെച്ചുകൊണ്ട് നിവർന്നു നിൽക്കുവാൻ കഴിവില്ലാതെ ഉള്ളതായ തൻ്റെ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇത് അന്ന് ഇസ്രായേലിനോട് പറഞ്ഞതായ ഒരു വാക്യമാണിത്, അല്ലെങ്കിൽ വചനമാണിത്. ഇന്നത്തെ കാലത്ത് എന്താണ് നടക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇസ്രായേൽ മാത്രമല്ല ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ സ്വന്തം ദേശമായ
മാതൃരാജ്യത്ത് പോലും ഹിന്ദു രാജ്യമായിരുന്നു എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സ്നേഹം അവിടെ കടന്നു വന്നു. അനേകരെ വിളിച്ച് ചേർത്തു. ദൈവത്തിൻ്റെ സുവിശേഷം ഈ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുവാൻ വേണ്ടി ഓരോരുത്തരെ വളരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഭാഷ പഠിപ്പിക്കുമ്പോൾ, സ്കൂളുകളിൽ വിട്ട് അവരെ ഓരോ രീതിയിലൊക്കെ സഹായിക്കുമ്പോൾ, അതിന് പകരമായിട്ട് ഇന്ന് ശത്രുപക്ഷത്തുള്ളതായ ആൾക്കാരെന്താണ് ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായ സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ഇന്ന് ദൈവമക്കളെയൊക്കെ പിടിക്കുകയും ദൈവമക്കളെയൊക്കെ നഗ്നരാക്കി റോഡിൽ കൂടെ നടത്തുകയും അവരുടെ ശരീരഭാഗങ്ങളിലെല്ലാം നിർദാക്ഷിണ്യം അടിക്കുകയും ചെയ്യുന്നതായ ചരിത്രങ്ങൾ നമ്മളുടെ മാതൃരാജ്യമായ ഈ ദേശത്തും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെയും അവരെയൊക്കെ കുന്നുകളയുന്നതായ ചരിത്രം. കാരണം എന്ത്? ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവൻ്റെ ഈ രക്ഷാ സന്ദേശം അറിയിക്കുന്നു എന്നുള്ളതായ കാര്യം വെച്ചുകൊണ്ട് ഈ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ പറഞ്ഞതുപോലെ അവൻ മിണ്ടാതിരിക്കുന്നു എങ്കിലും നിന്നിൽ സന്തോഷിക്കുന്നു. എനിക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന എൻ്റെ ദാസൻ, എൻ്റെ ദാസി എന്ന് പറയുമ്പോൾ ഒരിടത്തൂടെ വായിക്കട്ടെ ഇത്. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. പലരും ചേർത്ത് പിടിക്കുകയില്ല, പലരും വിട്ട് മാറിപ്പോകും, എന്നാൽ ഞാൻ ചേർത്തുകൊള്ളും എന്നാണ് ദൈവം നമ്മളോട് ഇവിടെ പറയുന്നത്. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ദൈവം ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പാടില്ല. ദൈവം ഇടപെടുമ്പോൾ അവൻ ഏറ്റവും നല്ലവണ്ണം ചെയ്യുന്ന കർത്താവാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ വഴികളെ തുറക്കും എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം ഇടപെട്ടതായ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ. ഫറവോൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനം ദൈവം ഇടപെട്ടപ്പോൾ റെഡ് സീ പിളർന്ന് സുഖകരമായിട്ട് അക്കരയ്ക്ക് കടന്നു എന്ന് നമ്മൾക്ക് കാണാം. ദൈവം ഇടപെട്ടു. എന്നാൽ ഫറവോനും സൈന്യവും അതിൽ കൂടെ കടന്നപ്പോൾ ദൈവം ഇടപെട്ട് അവിടെ അവർ മുങ്ങിപ്പോയതായിട്ട് കാണുന്നു. അപ്പോൾ ദൈവമക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്, നടത്തുന്നവരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ആ കാലത്ത് ഒരു കാലം വരാനായിട്ട് പോകുന്നു, അന്ന് ഇടപെടുന്ന ഒരു ദിവസമുണ്ട്. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന യഹൂദ ജനങ്ങളോട് പറയുന്നതായ ഒരു വാക്യമാണ് ഇത്. അന്നത്തെ കാലത്ത് യഹൂദ മക്കൾ അവർ തെറ്റ് ചെയ്തതിനാൽ ബാബേലിലേക്ക് പോകുന്നു, അവർ അശ്ശൂരിലേക്ക് പോകുന്നു. എന്നാൽ അത് ചില കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ കാലം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ശേഖരിക്കും, അവരെ മടക്കി വരുത്തും. അവരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയതായ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾക്കറിയാം അവരൊക്കെ എല്ലാം ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു, ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു, അവർ വലിയ ശക്തിയായിട്ട് ഇന്ന് തീർന്നിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് ഫുൾഫില്ലായി തീർന്നിരിക്കുന്നു. ഇസ്രായേൽ എന്നുള്ളതായ ഒരു വാക്ക് മതി ദൈവത്തിൻ്റെ വചനം നേരാണ് എന്ന് പ്രൂവ് ചെയ്യുവാൻ എന്നൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എന്നുള്ള ഒരു വാക്ക്, അത് ആ കല്ലിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ആ മൂവ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുക,
ആണെങ്കിൽ എന്താണ് ഇന്ന് മറ്റൊരു മെസ്സേജാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഉടൂലത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പ്രവാസികളെ മടക്കി വരുത്തും, അതോടൊപ്പം തന്നെ സകല ജാതികളും അവരിൽ കൂടെ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിൻ്റെ രാജാവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ കർത്താവ് ലോകത്തിൽ നിന്ന് രക്ഷയെ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടതായ കൂടി വരുന്നതായ ഒരു സമയമാണ്. ഇപ്പോൾ ചിതറിക്കിടന്നവരെ എല്ലാവരെയും മടക്കി വരുത്തുന്നതായ ഒരു സമയമാണ്. ദൈവസഭയിലേക്ക് കയറ്റുന്നതായ ഒരു സമയമാണ് ഇന്ന് നമ്മുടെ സമയം എന്ന് പറയുന്നത്. യേശു പലവിധമായ ഉപമകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വലയിലേക്ക് ഈ ശിഷ്യന്മാർ മത്സ്യം പിടിക്കുന്നത് പോലെ ദൈവരാജ്യമാകുന്ന വലയിലേക്ക് എല്ലാവരും കടന്നു വരുന്നതായ സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെതറി പോയവരെയൊക്കെയും തിരിച്ചു വരുത്തുന്ന, മടക്കി വരുത്തുന്നതായ ഒരു കാര്യം. കല്യാണശാലയിലേക്ക് ക്ഷണിച്ച് ആൾക്കാരെ വരുത്തുന്നതായ ഒരു സംരംഭമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. എന്നാൽ വരും കാലത്തിൽ ആ യഹോവയുടെ ദിവസത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മളുടെ കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരെയും മടക്കി വരുത്തും, കൂട്ടി വരുത്തും അവൻ്റെ സന്നിധിയിലേക്ക്. കർത്താവിൽ മരിച്ചവരായ ബാക്കിയുള്ളവർ അവിടെ തന്നെ ശേഷിക്കും. കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ, കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് അതിന് പ്രാധാന്യം നൽകി കൊടുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ അന്ന് ഉയർത്തെഴുന്നേൽക്കും. അവരെ കൂട്ടിച്ചേർക്കും. മധ്യാകാശത്തിൽ ഒന്നിച്ചു ചേരുന്നതായ ഫ്യൂച്ചർ കാര്യത്തെയും ഇത് ഓർക്കുകയാണ്. അന്ന് ലജ്ജാഭാരം വഹിച്ചവരൊക്കെ, തീയിൽ വെന്ത് എരിയപ്പെട്ടതായ ആൾക്കാർ, പ്രിസണുകളിൽ കിടന്ന് മരിച്ചുപോയ ആൾക്കാർ, വെള്ളത്തിൽ എറിയപ്പെട്ട് മരിച്ചതുപോയ ആൾക്കാർ, ജീവനോടെ കുഴിച്ചിട്ടതായ ആൾക്കാർ, അതുപോലെ തന്നെ ശരീരമൊക്കെ ഈർച്ചവാൾ കൊണ്ട് രണ്ടായിട്ട് കീറി കഷ്ടനുഭവിച്ചതായ ആൾക്കാർ, അവരെ എല്ലാവരെയും ആ ദിവസത്തിൽ കർത്താവിൻ്റെ വരവെങ്കിൽ ആദ്യത്തെ ഉയർപ്പിൽ കൂട്ടിവരുത്തും എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷിപ്പാനായിട്ട് വകയുണ്ട്. എന്നാൽ അതിനപ്പുറത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദുഷ്ടന്മാരെയൊക്കെ കൂട്ടിവരുന്നതായ മറ്റൊരു ഉയർപ്പുണ്ട്. അന്ന് ദൈവത്തിൻ്റെ മഹാദിവസത്തിൽ ആർക്കും അവൻ്റെ മുമ്പിൽ നിൽപ്പാനായിട്ട് കഴിയുകയില്ല. എന്നാൽ അവരുടെ എല്ലാവിധമായ ദുഷ്ടതകൾക്കെയും ബോധ്യം വരുത്തിയിട്ട് പിശാചിനും അവൻ്റെ സന്തതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വിടും എന്നുള്ളതായ ന്യായവിധിയുടെ ദിവസവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചപ്പോൾ ഈ സെഫന്യാവിൻ്റെ പ്രവചനത്തിൽ പഴയ നിയമത്തിലുള്ളതായ ഒരു ഹിസ്റ്ററിയോടനുബന്ധിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത് എങ്കിൽ തന്നെയും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും വരുവാനുള്ള കാലത്ത് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി അത് മാറ്റമില്ലാത്തതാണ് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നതാണ് ഈ പ്രവചന പുസ്തകം. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതിന് മാറ്റമില്ല. ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവസഭ വളരുന്നത് എന്ന് ഈ വചനത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അവന് വേണ്ടി ലജ്ജാഭാരം വഹിച്ചവരെയൊക്കെയും കൂട്ടിവരുത്തുന്ന ഒരു ദിവസമുണ്ട്. അത് ആ ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയിൽ നമ്മൾ ധീരതയോടെ മുൻപോട്ട് പോകാം. നമ്മളുടെ പ്രവർത്തനങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാം. കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് ഒരുങ്ങുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും നമ്മൾക്ക് കാണാം. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.